കേരളം ഇന്നൊരു വലിയ മാറ്റത്തിന്റെ വാതിക്കൽ നിൽക്കുകയാണ്. വികസനം വേണോ അതോ വാഗ്ദാനങ്ങൾ മാത്രം മതി എന്ന പഴയ രീതിയോ? ഇനി കേരളം ചോദിക്കുന്നത് ഒന്നാണ്: ജനങ്ങൾക്ക് സുരക്ഷയും ജീവിതത്തിന് ഗുണനിലവാരവും ഉറപ്പുള്ള വികസനം. പാവപ്പെട്ട കുടുംബങ്ങളിലെ വനിതകൾക്ക് പ്രതിമാസം 2500 രൂപ റീചാർജ് ഉള്ള ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ്, പലചരക്കും മരുന്നും ആവശ്യ വസ്തുക്കളും വാങ്ങുവാൻ സഹായിക്കുന്ന ഒരു വലിയ കരുതൽ. കർഷകർക്ക് എല്ലാ വിളകൾക്കും താങ്ങുവില ഉറപ്പാക്കും. പ്ലാന്റേഷൻ മേഖലയിലെ നിയമങ്ങൾ പരിഷ്കരിച്ച് മൾട്ടി ക്രോപ്പ് കൃഷിക്ക് അവസരങ്ങൾ ഒരുക്കും. ആരോഗ്യരംഗത്ത് എല്ലാ മലയാളികൾക്കും ആയുഷ്മാൻ ഭാരത് ലഭ്യമാക്കും. കേരളത്തിന്റെ ദീർഘകാല സ്വപ്നമായ എയിംസ് യാഥാർത്ഥ്യമാക്കും. ഓണത്തിനും ക്രിസ്മസിനും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 2 സൗജന്യ LPG സിലിണ്ടറുകൾ. കേരളത്തിലെ ഓരോ വീടിനും പ്രതിമാസം 20,000 ലിറ്റർ കുടിവെള്ളം സൗജന്യം. ഗൃഹനാഥകൾക്കും വിധവകൾക്കും 70 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കും പ്രതിമാസം 3000 രൂപ ക്ഷേമ പെൻഷൻ. ഗതാഗതത്തിൽ പുതിയ കേരളം. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ അതിവേഗ റെയിൽ ശൃംഖല. കൊച്ചി മെട്രോയുടെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കും. തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ പുതിയ മെട്രോ സർവീസുകൾ. തൊഴിൽ മേഖലയിൽ ഓരോ നിയമനത്തിനും 1 ലക്ഷം രൂപ വരെ കുറഞ്ഞ പലിശയിൽ ലോൺ നൽകുന്ന എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ വ്യവസായ വികസനത്തിന്റെ ഹൃദയ കേന്ദ്രമാകും. വിദ്യാഭ്യാസത്തിൽ പുതിയ കാലം വരും. അടുത്ത 5 വർഷത്തിനുള്ളിൽ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം. ഭക്തർക്കായി ക്ഷേത്ര സംരക്ഷണവും ശബരിമലയിലെ അടിസ്ഥാന സൗകര്യ വികസനവും ഉറപ്പാക്കും. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും ഉറപ്പാക്കുവാൻ ശക്തമായ ഇടപെടൽ നടത്തും. ഇനി കേരളം മുന്നോട്ടു പോകേണ്ടതുണ്ട്. വികസനത്തിന്റെ പാതയിലൂടെയാണത്. വികസിത കേരളത്തിനായി ശക്തമായ തീരുമാനമെടുക്കാം. NTA വികസനത്തിന്റെ പുതിയ കേരളം.